ഹലോ ഗൈസ്, വെൽക്കം ടു വ്ളോഗ് 2. അപ്പോൾ ഇന്നൊരു സംഭവം ഉണ്ടായി. ഇന്ന് ഞങ്ങൾ ഒരു കല്യാണത്തിന് വേണ്ടി റെഡി ആയതായിരുന്നു. പക്ഷെ കല്യാണം 7 മണിക്ക് കഴിയുമോ ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എന്തായി, ഞാനും എൻ്റെ സിസ്റ്റേഴ്സൊക്കെ റെഡി ആയിട്ട് സമയം നോക്കുമ്പോൾ 8:30. ആ 8:30 നോക്കിയപ്പോൾ ഓട്ടോ ഒക്കെ വിളിച്ച് ഞങ്ങൾ റെഡി ആയപ്പോഴാണ് അറിഞ്ഞത് കല്യാണം കഴിഞ്ഞ് എല്ലാവരും അവരെ പാട്ട് പോയി. എന്നിട്ടാണ് ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോഴോ ഇതൊക്കെ മനസ്സിലായപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഡയറക്റ്റ് തിന്നാൻ പോയി. അങ്ങനെയും റെഡി ആയതല്ലേ, അപ്പോൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് എന്തെങ്കിലും തിന്ന് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുറത്ത് പോയി. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്ക് ഈ മുടിമേടുന്ന സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായി. അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിൽ വന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയായാലും ഈ ഷോപ്പ് വന്നല്ലോ. അപ്പോൾ വരുന്ന സമയത്ത് എനിക്ക് ഈ ടോയ്സ് കണ്ടു. എനിക്ക് ഈ ടോയ്സോട് നല്ല ഇഷ്ടമാണ്, ഹോട്ട് വീൽസ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ അടുത്ത് പോയി. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കാരണം ഈ ബ്ലൂ ബുഗാട്ടി. അപ്പോൾ ഞാൻ അതെടുത്ത് കയ്യിൽ പിടിച്ച് കുറച്ച് നേരം നോക്കി. അതിൻ്റെ രസമൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ ആ വണ്ടി അവിടെ വെച്ച് എന്നിട്ട് ഞാൻ വേറെ വണ്ടികളൊക്കെ എടുക്കാൻ തുടങ്ങി. ഒരു വണ്ടി നോക്കിയാൽ ഈ വണ്ടി, ഇതൊക്കെ വണ്ടി ഒരു രസമുണ്ട്. പക്ഷേ എന്തൊരു വിലയാണ് ഇതിനൊക്കെ. 300 രൂപ, 400 രൂപ, 500 രൂപ ഒക്കെയാണ്. അപ്പോൾ മേടിക്കാൻ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു. എൻ്റെ അടുത്ത് കാശുണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്കൊരു വണ്ടി മേടിച്ച് താന്ന്. കുറേ പറഞ്ഞു, ഒരു വണ്ടി മേടിച്ച് താന്ന്. അപ്പോൾ അവൾ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 300 രൂപ, 400 രൂപ. പോടോണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാ വണ്ടിയും ഒന്നൊന്ന് ഒരു സമാധാനത്തിന് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ എടുത്തിട്ട് ഒരു 2-3 വീഡിയോ എടുത്ത് അതിൻ്റെ രണ്ട് വണ്ടീൻ്റെ ഒക്കെ എടുത്ത് ലൈറ്റിൽ വെച്ച് കാണിക്കാനൊക്കെ നല്ല അടിപൊളി വണ്ടിയാണ്. എനിക്ക് ഇഷ്ടമായി. അങ്ങനെ എല്ലാ സ്ഥലത്തും ഫുള്ള് കാർസാണ്. അവിടെയും ഇവിടെയും എല്ലാതും കാർസ്. എന്നിട്ട് കുറച്ച് വാച്ചുകൾ ഫുള്ള് നോക്കി. നല്ല കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഷോപ്സിൽ. കുറേ ഈ സെൻറ്റ് ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്റർക്ക് ഒരു സെൻറ്റ് ഉണ്ടാക്കാണ്ടായിരുന്നു. അങ്ങനെ അവരോട് ചോദിച്ചു ഞങ്ങൾ, ഇങ്ങനെ നിങ്ങളെ എങ്ങനെയാണ് ഉണ്ടാക്കൽ, സെയിം റേറ്റൊക്കെ എന്താണെന്ന്, ml ലിറ്റർ എത്ര കിട്ടല്, അതിൻ്റെ അനുസരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞവർ. പിന്നെ കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന്. അത് ഇപ്പോൾ എൻ്റെ സിസ്റ്റർക്ക് ഒരു സെൻറ്റ് വേണമായിരുന്നു. പക്ഷെ അവൾ ഈ ടൈം വരുന്ന സമയത്ത് കൊടുത്തിട്ടില്ല. അത് വിചാരിച്ചിട്ടില്ലല്ലോ ഉണ്ടാവുമെന്ന് ഇവിടെ. അങ്ങനെ അവരൊക്കെ കാണിച്ചു കൊടുത്ത് ഒരു ഇത്തരലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ആ റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് അവർ ഒരു